കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അംബാസിയിലാണ് തീപിടുത്തമുണ്ടായത്. ആലപ്പുഴ തലവടി സ്വദേശികളാണ് മരിച്ചത്. എസിയിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് മരണകാരണം എന്നാണ് സൂചന. 15 വർഷത്തിലധികമായി കുവൈറ്റിലായിരുന്നു 40-കാരനായ മാത്യൂസും ഭാര്യ ലിനിയും. മാത്യൂസ് റോയിട്ടേഴ്സിലെ ജീവനക്കാരനും ലിനി കുവൈറ്റ് മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സുമാണ്. മകൾ ഐറീൻ 8ാം ക്ലാസ്സിലും മകൻ ഐസക് 4ാം ക്ലാസ്സിലും. കുവൈറ്റിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസം. ഒരു മാസം നാട്ടിൽ അവധി ആഘോഷിച്ച് വ്യാഴാഴ്ച രാത്രിയോടെയാണ് കുടുംബം മടങ്ങിയത്. വെള്ളിയാഴ്ചയാണ് കുവൈറ്റിൽ തിരിച്ചെത്തിയത്. ഫ്ളാറ്റിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം. എയർ കണ്ടീഷന്റെ തകരാറ് മൂലം വന്ന വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക വിവരം. പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യം കൊണ്ട് 2 വർഷങ്ങൾക്ക് മുൻപാണ് നാട്ടിൽ മാത്യൂസ് വീട് പണിതത്. സാധിക്കുമ്പോഴെല്ലാം നാട്ടിൽ വന്നുപോയിരുന്ന മാത്യൂസിനും കുടുംബത്തിനുമുണ്ടായ ദുരന്തം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. നിലവിൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾക്കായി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധപ്പെട്ടിട്ടുണ്ട്. 24 ആലപ്പുഴ. കൂടുതൽ വിവരങ്ങളുമായി കുവൈറ്റിൽ നിന്നും ഗിരീഷ് ഒറ്റപ്പാലം ചേരുന്നുണ്ട്. ഗിരീഷ്, സങ്കട വാർത്തയാണ് കുവൈറ്റിൽ നിന്നും വന്നത് ഇന്ന്. എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഒക്കെ അവിടെ ഉണ്ടോ? പ്രജിൻ, കുവൈറ്റ് സമൂഹത്തെയാകെ ദുഃഖത്തിലാഴ്ത്തിയ അപകടമാണ് അബ്ബാസിയിൽ ഉണ്ടായത്. അപ്പാർട്ട്മെന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 4 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. എസിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി. ഇതേ തുടർന്ന് ഫ്ളാറ്റിനകത്ത് ഉയർന്ന പുക ശ്വസിച്ചാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയിലുള്ള കെട്ടിടത്തിന്റെ 11ാം നിലയിലെ ഫ്ളാറ്റിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. ആലപ്പുഴ തലവടി സ്വദേശികളായ മാത്യു എബ്രഹാം 38 വയസ്സ്, ഭാര്യ ലിനി എബ്രഹാം 35, ഇവരുടെ 2 മക്കളായ 13 വയസ്സുകാരി ഐറിൻ എബ്രഹാം, 7 വയസ്സുകാരനായ ഐസക് എബ്രഹാം എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇവർ അവധി കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം ഏകദേശം 5 മണിക്ക് നാട്ടിൽ നിന്നും കുവൈറ്റിൽ തിരിച്ചെത്തി. തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കകമാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഇവരുടെ ഫ്ളാറ്റിൽ എത്തിയ ശേഷം ഓപ്പോസിറ്റ് ഫ്ളാറ്റിലെ അടുത്ത ഫാമിലിയുടെ ഒപ്പമാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണശേഷം യാത്രാക്ഷീണം മൂലം ഇവർ നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് പോവുകയായിരുന്നു പ്രജിൻ. പക്ഷെ അവർ അറിഞ്ഞിരുന്നില്ല പ്രജിൻ, ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന്. ഫ്ളാറ്റിൽ തീ പടർന്നതിനെ തുടർന്ന് അഗ്നിശമന സേന വിഭാഗം സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഇതിനകം ഇവരുടെ ഫ്ളാറ്റിന്റെ ഡോർ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴേക്കും 4 പേരുടെയും ദാരുണ മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് അഗ്നിശമന വിഭാഗം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. മരണമടഞ്ഞ മാത്യു എബ്രഹാം കുവൈറ്റ് റോയിസ്റ്റേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിലെ ജീവനക്കാരനാണ്. ഭാര്യ ലിനി എബ്രഹാം 2010 മുതൽ അദാൻ ഹോസ്പിറ്റൽ നഴ്സായിരുന്നു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഇൻഫോക് മെമ്പർ കൂടിയായിരുന്നു ലിനി. മക്കൾ ഐറിൻ എബ്രഹാം 9ാം ക്ലാസ്, മകൻ ഐസക് എബ്രഹാം 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. കുവൈറ്റിലെ തന്നെ ഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. നിലവിൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നടന്നതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. മൃതദേഹങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദ സൈക്കയുമായും വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരി, ഗിരീഷ് ഒറ്റപ്പാലമാണ് കുവൈറ്റിൽ വിശദാംശങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്.